ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആൻഡ് ഇന്നത്തെ വീഡിയോ ഒരു സർപ്രൈസ് വീഡിയോ ആണ്. ചെറിയൊരു കുട്ടി ആമസോൺ ഹോൾ വീഡിയോ ആണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്ന് വന്നിട്ടുള്ളതെന്ന്. സ്റ്റേ ട്യൂൺഡ് ഗായ്സ്. ഇത് നോക്കാം. അപ്പോൾ നമുക്ക് അധികം വാചകം കഴിക്കാൻ സമയമില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകും. ഇത് ഇന്നലെ വന്നൊരു ബോക്സാണ്. പിന്നെ ഇന്നലെ എനിക്ക് പൊളിച്ച് നോക്കാനെന്നുള്ളൊരു ടൈം കിട്ടിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. നല്ല കാര്യമായിട്ട് നല്ല ക്യൂട്ട് പാക്കേജിംഗ് ഒക്കെയാണ് ആമസോണിൻ്റെ. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ഇത്തിരി ധൃതിയിലായതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. ഒരു നീണ്ട ബില്ലൊക്കെ ഉണ്ട്. ഇതാർക്കാണ്? എനിക്കുണ്ട്. ഓട്ടെ. ഗൈസ്, ഇത് നോക്ക ഗൈസ്. ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനെ ഗിഫ്റ്റ് റാപ്പറിലൊക്കെ സാധനം വരുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഐ ആം സോ എക്സൈറ്റഡ്. എനിക്കിത് പൊളിച്ച് നോക്കാൻ അങ്ങനെ തോന്നുന്നില്ല. ഒരു ക്യൂട്ട് പാക്കേജിങ് ഒക്കെ ആയതുകൊണ്ട് ഫ്രം ആമസോൺ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. എനിക്കിത് പൊളിക്കാൻ അത്രയ്ക്ക് അങ്ങോട്ടൊരു മൈൻഡ് വരുന്നില്ല. ആമസോണിൻ്റെ ഗിഫ്റ്റ് റാപ്പിലായിട്ട് വരുമ്പം ഗിഫ്റ്റായിട്ട് കിട്ടുമ്പം ആക്ച്വലി എനിക്കിത് ഓഫർ കം ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് ആമസോണിൻ്റെ. അപ്പം നമുക്ക് നോക്കാം ഇതിലെങ്ങനെയാണെന്നുള്ളത്. അത്യാവശ്യം നല്ല ഓക്കെ. ഇത് ഇങ്ങനെ എടുത്താൽ മതി. ഇങ്ങനെ നമുക്ക് റാപ്പ് ചെയ്ത് മാറ്റാം. ചേട്ടാ, ഇത്രയും വലിയ ബോക്സിൽ കിട്ടിയ സാധനം നോക്കട്ടെ. അപ്പം നമുക്ക് നോക്കാം. ബ്ലൂ ഹെവൻ്റെ സച്ദജ് എന്ന് പറഞ്ഞ ഒരു ഫെസ്റ്റിവൽ പാക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഓണമൊക്കെ വരാൻ പോവുകയാണല്ലോ. അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു ചോയ്സ് തന്നെയാണ്. ഇതെന്ന് പറയുമ്പം ഒരു കോംബോ പോലെയാണ്, ലൈക്ക് എ കിറ്റ് പോലെയാണ്. ഇതിൽ എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ ബ്ലൂ ഹെവൻ ഡീപ്പ് ബ്ലാക്ക് കാജൽ, ബ്ലൂ ഹെവൻ ഡീപ്പ് ബ്ലാക്ക് ഐലൈനർ, ഗെറ്റ് മാറ്റ് ലിപ്സ്റ്റിക്, ഗെറ്റ് ബ്രൈറ്റ് ഫൗണ്ടേഷൻ, നോൺ ട്രാൻസ്ഫർ ലിപ് കളർ, ഗെറ്റ് ബോൾഡ് ഐബ്രോ പെൻസിൽ, വോളിമൈസിങ് മസ്കാര, ബ്ലൂ ഹെവൻ ലവ് ചാൻ, ബ്ലൂ ഹെവൻ ഇൻസ്റ്റൻറ്റ് ഗ്ലോയിങ് കോമ്പാക്ട്, ബ്ലൂ ഹെവൻ. പിന്നെ ഒരു കുട്ടി ഹെയർ സ്ക്രഞ്ചിയും ഉണ്ട്. ഇത്ര ഐറ്റംസ് ആണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ആക്ച്വലി ഇതിൻ്റെ പ്രൈസ് വരുന്നത് അറൗണ്ട്, നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുകയാണെങ്കിൽ പ്രൈസ് അറൗണ്ട് ഒരു 650 to 700 ആണ്. നന്നായിട്ട് ഞാൻ സ്വെറ്റ് ആവുന്നുണ്ട്. 650 to കുഴപ്പമുണ്ടോ നോക്കട്ടെ, 650 to 700 ആണ് MRP വരുന്നത്. പക്ഷെ എനിക്കിത് ലൈക്ക് എന്താ പറയുക, ഓഫർ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് പാക്കേജ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എനിക്കൊരു ഗിഫ്റ്റായിട്ടാണ് കിട്ടിയത്. അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഓണമൊക്കെ വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നൊക്കെ പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ ഹോസ്റ്റലേഴ്സിനൊക്കെ ആണെങ്കിൽ ഇത് കോംബോ ആയിട്ട് കിട്ടുമെന്ന് വെച്ചാൽ ഇത് ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണ്. നമുക്കൊരു പർച്ചേസ് ചെയ്യാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ് എല്ലാം. നമുക്ക് നോക്കാം. നല്ല സീൽഡ് ആയിട്ടുള്ളതാണ്, നല്ല ക്വാളിറ്റി പാക്കേജിങ് ഒക്കെയാണ് അതിൻ്റെ. അപ്പം നമുക്ക് പൊളിച്ച് നോക്കാം. ഇത് ഇന്നലെ വന്നെങ്കിലും ഞാൻ ഇതുവരെ ഇത് പൊട്ടിച്ചിട്ട് നല്ലതായിട്ട് കാര്യമായിട്ടുള്ള പാക്കേജിങ് ആണെന്ന് തോന്നുന്നു. പൂർണ്ണമായിട്ട് കട്ടായിട്ടില്ല. നമുക്ക് നമ്മുടെ സ്ഥിരം പ്രയോഗം, കത്തിപ്രയോഗം തന്നെ അങ്ങനെ നോക്കാം. നമുക്ക് ഈ സൈഡും നമുക്ക് കട്ട് ചെയ്യാനുണ്ട്. ഓക്കെ. നല്ല ക്യൂട്ടി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ലെറ്റർ പോലെയൊക്കെ ഉണ്ട്. Let's get ready, India blue heaven के साथ.
നല്ലൊരു നോട്ട് പോലെയൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. എനിവേ ഫെസ്റ്റീവ് ആൻഡ് ഫെയർ എവറിഡേ നല്ല അടിപൊളി എന്താ പറയുക തോട്ട്സ് ഒക്കെയാണ് ഇവരുടെ. ഇതിങ്ങനെയാണ് ഇളക്കുന്നതെന്നൊക്കെ ഞാനൊരു എക്സൈറ്റ്മെൻറ്റിൽ വല്ലാണ്ടങ്ങ് കൊളോക്കിയലായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പം നമുക്കെന്തായാലും ഇതിപ്പോൾ കീറാം, അതല്ലാണ്ട് വേറെ ഓപ്ഷനൊന്നുമില്ല, ടൈം തീരെ ഇല്ല. ഓക്കെ, ഇങ്ങനൊരു ലേഔട്ടാണ് ഇതെടുത്ത് കഴിയുമ്പോൾ കാണുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ബ്ലൂ ഹെവൻ്റെ ഒരു ലിക്വിഡ് ഗെറ്റ് ബ്രൈറ്റ് ലിക്വിഡ് ഫൗണ്ടേഷനാണ്, ഷീർ ഫിനിഷാണ്. ഇതിൻ്റെ MRP നമുക്ക് ഇതെല്ലാം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. നമുക്ക് ഒരു എന്താ പറയുക സ്റ്റുഡൻസിനൊക്കെ വാങ്ങിക്കാനാണെങ്കിൽ അഫോർഡബിൾ ആണ്. ജസ്റ്റ് 40 rupees ഉള്ളി. നമുക്ക് ഒരു സാധാരണക്കാർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റിയ, അത്യാവശ്യം ഒരു വെഡ്ഡിങ്ങിനൊക്കെ പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്രൈറ്റ് ആവാൻ തോന്നി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ചോയ്സാണത്. അടുത്തതൊരു ക്യൂട്ട് പാക്കേജിങ് ഉള്ള ഒരു മോയ്സ്ചറൈസിങ് ടിൻറ്റഡ് ലിപ് ബാമാണ്. ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്. റെഡ് കളർ ആണ്. സ്ട്രോബെറി കിസ് എന്നാണ് ഫ്ലേവറിൻ്റെ പേര്. ബ്ലൂ ഹെവൻ ലൗച്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ നല്ലൊരു ക്യൂട്ടി സ്ക്രഞ്ചി ഉണ്ട്. ഇതിപ്പോൾ റബ്ബർ ബാൻഡ് ഇട്ട് അവർ നോട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഞാൻ അഴിക്കുന്നില്ല, ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. പിന്നെ ഉള്ളത് ബ്ലൂ ഹെവൻ ഗെറ്റ് മാറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് എത്രയാണ് ഇതിൽ കൊടുത്തിട്ടില്ല. ഇതിൻ്റെ പ്രൈസിൽ കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. എനിവേ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എത്രയാണെന്നുള്ളത്. ടോട്ടൽ ഈ ഒരു കോംബോയ്ക്ക് 650 to 700 ആണ് വരുന്നത്. എൻ്റെ ലിപ്സ്റ്റിക് നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ്. ഗെറ്റ് മാറ്റ് ആണ്. ബ്ലൂ ഹെവൻ ഗെറ്റ് മാറ്റ് ലിപ്സ്റ്റിക്. പ്രൈസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെയൊക്കെ പ്രൈസ് ലിങ്ക്സും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ പോയി പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു മിനി കോമ്പാക്ട് പൗഡർ ഉണ്ട്. ബ്ലൂ ഹെവൻ ഇൻസ്റ്റൻറ്റ് ഗ്ലോ മാറ്റ് കോമ്പാക്ട് പൗഡർ 65 rupees. ഞാൻ പറഞ്ഞില്ലേ എല്ലാം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ്. മിററൊക്കെ ഉണ്ട്. ജസ്റ്റ് കോമ്പാക്റ്റ് ഇങ്ങനെ വന്നത് സ്റ്റഫ് ചെയ്ത് വന്നിട്ടുണ്ടോ, ജസ്റ്റ് പൊടിയൊക്കെ ഇങ്ങനെ മിററിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഇത് പൈപ്പാക്കുമായിരുന്നു. പിന്നെ നല്ലൊരു സ്പോഞ്ച് പോലെയുണ്ട് അപ്ലൈ ചെയ്യാൻ. BH ബ്ലൂ ഹെവൻ കോമ്പാക്റ്റ് മാറ്റ് ഫിനിഷിൻ്റെ കോമ്പാക്ട് പൗഡറാണ്. 65 rupees ഉള്ളിയാണ്. ഷെയ്ഡ് വരുന്നത് ക്രീം 201 ആണ് ഷെയ്ഡ് വരുന്നത്. ഞാൻ ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല, അപ്പോൾ എനിക്കൊരു ഗിഫ്റ്റ് പോലെ കിട്ടിയപ്പം തോന്നി യൂസ് ചെയ്യാമെന്ന്. പിന്നെ ലിപ് ബാമിൻ്റെ റേറ്റ് വരുന്നത് ജസ്റ്റ് ഒരു എത്രയാവുക 25 to 30 rupees അത്രയേ ഉള്ളൂ. കറക്റ്റായിട്ട് ഞാൻ നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ക്വാണ്ടിറ്റി വരുന്നത് 4.2 gram ആണ് ക്വാണ്ടിറ്റി വരുന്നത്. പിന്നെ ഇതൊരു അടിപൊളി ഡീപ്പ് ബ്ലാക്ക് കാജലാണ്. ബ്ലൂ ഹെവൻ ഡീപ്പ് ബ്ലാക്ക് കാജൽ. അവരൊരു കോംബോ പാക്കേജ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒന്നിൻ്റെയും പ്രൈസ് കൊടുത്തിട്ടില്ല ഇതിൽ. അതും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കാജൽ സ്റ്റിക്കാണ്. പിന്നെ ഇത് വന്നിട്ട് ബ്ലൂ ഹെവൻ ഗെറ്റ് ബോൾഡ് ഐബ്രോ പെൻസിൽ. കാണാൻ പറ്റുന്നുണ്ടാവില്ലേ, നല്ലൊരു ക്യൂട്ട് ഐബ്രോ പെൻസിൽ തന്നെയാണ്. പിന്നെ
ബ്ലൂ ഹെവൻ ഡീപ് ബ്ലാക്ക് ഐലൈനർ. കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് നൈക്കയുടെ അൺബോക്സിങ് വീഡിയോയിൽ എനിക്ക് ചില പ്രോഡക്റ്റ്സ് ഒന്നും എനിക്ക് ബോക്സിൽ നിന്ന് എടുത്ത് കാണിക്കാൻ പറ്റിയില്ല. അങ്ങനെ ചില ഫീഡ്ബാക്ക് ഒക്കെ എനിക്ക് കിട്ടി. അപ്പോൾ അതാണ് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയി കാണിക്കാമെന്ന് വിചാരിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ന് വീഡിയോ കുറച്ച് ധൃതിയിലാണ് പോണത്, വേറെ ഒന്നും കൊണ്ടല്ല. ലൈറ്റ്സ് അധികം ഇല്ല, പിന്നെ മഴയൊക്കെ പെയ്ത് അധികം ശോകമായി പോകും. അപ്പം അതുകൊണ്ടാണ് നോർമൽ എൻ്റെ ഒരു വീഡിയോയുടെ അത്ര ഒരു ഫിനിഷിങ് ഇതിൽ ഉണ്ടാവില്ല. പിന്നെ ഈ പ്രോഡക്റ്റൊക്കെ കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ്, ഷൂട്ട് ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു വ്യഗ്രതയൊക്കെ കൊണ്ട് ഇങ്ങനെ പോണതാണ്. പിന്നെ അടുത്തെന്ന് പറയുന്നത് ബ്ലൂ ഹെവൻ 10x വോളിമൈസിങ് മസ്കാരയാണ്. 8 ml ആണ് ക്വാണ്ടിറ്റി വരുന്നത്. പിന്നെ 3 years വാലിഡിറ്റി ഒക്കെ ഉണ്ട്, 26 വരെ ഉണ്ട്. 23 ജൂലൈ ഓഗസ്റ്റിന് മാനുഫാക്ചർ ചെയ്തതാണ്. അപ്പോൾ 26 വരെ വാലിഡിറ്റി എക്സ്പയറി ഒക്കെ ഉണ്ട്. പിന്നെ നല്ലൊരു അടിപൊളി മസ്കാരയാണ്, വോളിമൈസിങ് മസ്കാരയാണ്. ശരിക്കും എനിക്ക് മസ്കാരയുടെ ആവശ്യമില്ല, കാര്യം എനിക്ക് അത്യാവശ്യം ഐലാഷസ് ഉള്ളതുകൊണ്ട് ആവശ്യമില്ല. എനിക്കട്ടെ. ദെൻ അത് കഴിഞ്ഞ് ലാസ്റ്റ് വൺ ഒരു എന്താ പറയുക, ബ്ലൂ ഹെവൻ നോൺ ട്രാൻസ്ഫർ മാറ്റ് ലിപ് കളർ. ലൈക്ക് നമുക്കൊരു ലിക്വിഡ് ലിപ്സ്റ്റിക്കൊക്കെ പോലെ യൂസ് ചെയ്യാം നമുക്ക്. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഷെയ്ഡ് 51 എന്നാണ് വരുന്നത്. 51 ആണ് വരുന്നത്. ക്വാണ്ടിറ്റി 2.8 ml ആണ്. നല്ലൊരു ഷെയ്ഡാണ്, കുഴപ്പമില്ലാത്തൊരു ഷെയ്ഡാണ്. ഇത്തിരി ഡാർക്ക് ഷെയ്ഡാണ്, ചിലപ്പോൾ എല്ലാവർക്കും സ്യൂട്ട് ആകണം എന്നില്ല. എനിക്കും ഡാർക്ക് ഷെയ്ഡ്സ് അധികം ഇഷ്ടമല്ല. പക്ഷെ എന്നാലും ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പം നമുക്ക് യൂസ് ചെയ്യാം. കുറച്ചൊരു ഹെവി ആയിട്ടൊക്കെ ഒരു ഹെവിനെസ് തോന്നിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഷെയ്ഡ് ബെസ്റ്റ് ഷെയ്ഡാണ്. ഒക്കെ കാണണം എന്നുണ്ടെങ്കിൽ എനിവേ നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ അൺബോക്സിങ് എല്ലാം കഴിഞ്ഞു. സ്ക്രഞ്ച് ഞാൻ ഓൾറെഡി കാണിച്ചതാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് അല്ലാണ്ട് കാണിച്ചു തരാം ഇതെങ്ങനെയാണെന്നുള്ളത്. ക്യൂട്ടി സ്ക്രഞ്ചി, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇന്നത്തെ അൺബോക്സിങ് വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. ആക്ച്വലി എനിക്ക് ഇതിൻ്റെ പലതിൻ്റെ പ്രൈസ് പറയാൻ പറ്റാത്തതെന്ന് വെച്ചാൽ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഗിഫ്റ്റ് പോലെ കിട്ടിയതാണ്. സോ എനിക്കധികം ആയിട്ടില്ല, എമൗണ്ട് ഒന്നും അധികം ആയിട്ടില്ല, ഒരു ഗിഫ്റ്റ് പോലെ കിട്ടിയതാണ്. ആമസോണിൻ്റെ എന്താണ് ഒരു സ്പെഷ്യൽ കോംബോ ആയി ബ്ലൂ ഹെവൻ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റീവ് മേക്കപ്പ് കിറ്റിൻ്റെ ഒരു ഗിഫ്റ്റ് പോലുള്ളൊരു ഇതിൽ എനിക്ക് കിട്ടിയതാണ്. അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ എനിവേ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് കാണണം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡു കമൻറ്റ് ആൻഡ് ഡു സജസ്റ്റ്. ഞാൻ അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഇനിയും ഒരുപാട് അടിപൊളി വീഡിയോസ് വരുന്നുണ്ടാവും എൻ്റെ ചാനലിൽ. സോ അതിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. എനിക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു. ഇങ്ങനൊരു അൺബോക്സിങ് അല്ല ഞാൻ പ്ലാൻ ചെയ്തത്, കുറച്ചും കൂടെ ഭയങ്കരമായിട്ട് ഹെവി ആയിട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ടൈം ലിമിറ്റ്, പിന്നെ ഇത്രയും നാൾ റൂമിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു കുട്ടി ഇന്നലെ വന്നു, പിന്നെ ഇനി പുതിയ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്കറിയില്ലല്ലോ എപ്പോഴൊക്കെയാണ് നമുക്ക് വീഡിയോ എടുക്കാൻ ടൈം കിട്ടുക എന്നൊന്നും നമുക്കറിയില്ല. അപ്പം അതുകൊണ്ടൊക്കെ ഉള്ളൊരു പ്രോബ്ലം കൊണ്ടാണ്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ധൃതി പിടിച്ച് തിരക്കിട്ടിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. സോ നമ്മുടെ പ്രോഡക്ട്സ് ഒക്കെ ഏതാ ഇവിടെ ഇങ്ങനെ ഞാൻ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഇങ്ങനെയാണ് പ്രൊഡക്ട്സിൻ്റെയൊക്കെ ഒരു രീതി വരുന്നത്. ഞാൻ യൂസ് ചെയ്തിട്ട് എന്തായാലും ഇതിൻ്റെയൊക്കെ റിവ്യൂ പറയുന്നതായിരിക്കും, എങ്ങനെയുണ്ട് എന്നൊക്കെ. അപ്പം ഇതൊക്കെയാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ള പ്രോഡക്ട്സ്. ഞാൻ ഓവറോൾ ഇതിൻ്റെ ഒരു ലുക്ക്, പ്രൈസ്, കാര്യങ്ങൾ എല്ലാം അപ്ഡേറ്റ് ചെയ്യാം എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ്, ക്വാണ്ടിറ്റി എത്രയുണ്ട്, പിന്നെ എനിക്കിത് എങ്ങനെ കിട്ടി എന്നൊക്കെ ഉള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. എനിവേ എന്താണ് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഡു കമൻറ്റ്.
എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം, നമുക്കതെല്ലാം സോർട്ട് ഔട്ട് ചെയ്യാം. പിന്നെ നോയ്സ് ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ, മേ ബി ഉണ്ടാവാം. അപ്പോൾ അതൊന്ന് ഇഗ്നോർ ചെയ്ത് വീഡിയോ കാണാൻ നോക്കുക. ആക്ച്വലി ഇതൊരു പ്ലാൻഡ് വീഡിയോ ഒന്നുമല്ല, അതായത് പറയുന്ന കാര്യങ്ങളൊന്നും പ്ലാൻഡ് അല്ല ശരിക്കും. പക്ഷെ അൺബോക്സിങ് ചെയ്യണം എന്ന് ഞാൻ ഇന്നലെ ഇന്നലെ ഞാൻ എൻ്റെ മൈൻഡിൽ എപ്പോൾ ഇത് അൺബോക്സ് ചെയ്യാമെന്നുള്ള ഒരു ഇതിലിങ്ങനെ ഒരു ടെൻഷനിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പോഴാണ് അതൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ എനിവേ നിങ്ങൾ കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.